നമസ്കാരം, സുമിയാണ്. 92.7 ബിഗ് FM റേഡിയോ ആർജെയാണ്. ഞാൻ വളരെ ഇഷ്ടമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുകയാണ്. അഷ്ടമുടിയിലാണുള്ളത്. അഷ്ടമുടി ആ പേര് കൊണ്ട് പോലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിനു മുൻപ് ഞാൻ കുറച്ച് നാൾ മുന്നേ ഇവിടെയല്ല വേറൊരു ബ്രാഞ്ചിൽ വന്നിട്ടുണ്ട്. നന്തൻകൂട് അവിടെയുള്ളതാണെന്ന് തോന്നുന്നു. അവിടേക്കാണ് ഞാൻ ആദ്യം എത്തിയത്. ഇതെങ്ങനെയാണ് എത്തിയെന്ന് ഞാൻ ആദ്യം പറയട്ടെ. അഷ്ടമുടി ഞാൻ കേട്ടറിഞ്ഞിട്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ ഫോളോ ചെയ്യായിരുന്നു. എനിക്ക് ഈ സൗന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന റേഡിയോ ഷോ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പം ഞാനിതിങ്ങനെ ഇവരെ ഫോളോ ചെയ്യായിരുന്നു. എനിക്ക് എന്തോ ഒരു വ്യത്യസ്തത ഇവിടുത്തെ ഒരു ബ്രൈഡ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു ഓവറല്ല. ഇപ്പോൾ ബ്രൈഡ്സ് എന്നൊക്കെ പറയുമ്പോഴേ ഓവറായിട്ട് മേക്കപ്പ് ആണല്ലോ. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ മടിയാണ്, നമുക്കാണെങ്കിൽ പോലും. പക്ഷേ ഇത് വളരെ സെർട്ടിലായിട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് അറിയാം. ഇത് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പോലും തോന്നില്ല. എനിക്കൊന്നും സംഗീത ചേച്ചിയാണ് അതിൻ്റെ പിന്നിൽ. എനിക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി, എനിക്കറിയാം. ഐ മേക്കപ്പാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു കാര്യം. സംഗീത ചേച്ചി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഐ മേക്കപ്പാണ്. അങ്ങനെ ആകെ മൊത്തം ഞാൻ കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കപ്പാണ് അഷ്ടമുടിയിൽ നിന്ന്. അത് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, കുറേ ബ്രൈഡ്സിനെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സെലിബ്രിറ്റീസിൻ്റെ ഓൾസോ അവരുടെ ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടാണ് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ സെൻറ്ററിൽ വന്നിട്ട് മേക്കപ്പ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്തത്. വളരെ കുറച്ച് സമയത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെ ഒരുക്കി തന്ന സംഗീത ചേച്ചിക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ അന്ന് താങ്ക്സ് ഒന്നും പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ചേച്ചി. കാരണം എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. എത്ര മനോഹരമായിട്ട് ബ്രൈഡ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ സെർട്ടിലെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. എഗൈൻ ഞാൻ പറയുന്നു, ഐ മേക്കപ്പ് വാസ് ഓസം. എനിക്ക് അന്നത്തെ കാണിക്കാൻ പറ്റുമെങ്കിൽ ആ ഫോട്ടോസ് എവിടെയെങ്കിലും എൻ്റെ അത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൂടി അതൊന്ന് കാണിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഗൈൻ എൻ്റെ മുടി അറിയാലോ, നല്ല ലോങ് ഹെയർ ആയിരുന്നു. അതിനെ ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് ഇങ്ങനെ വെട്ടിക്കുറച്ച് ചെയ്യാൻ അവസ്ഥയില്ല. പക്ഷേ ഒരു കോൺഫിഡൻസ് ആണ് മുടിയിൽ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ. എല്ലാത്തിനും ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷേ എങ്കിലും എല്ലാ കെമിക്കലൊന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു കോൺഫിഡൻസ്, ഒരു പ്രോഗ്രാമിന് പോകണം, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് പോകണം, ഒരു ഇനോഗ്രേഷൻ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി, നമ്മുടെ മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്, ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു കോൺഫിഡൻസ് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഷ്ടമുടിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവരുടെ സർവീസിനെ കുറിച്ചും പറയേണ്ട കാര്യം തന്നെയില്ല. ഞാൻ സംഗീത ചേച്ചിയിൽ തുടങ്ങിയെങ്കിലും അവിടെ ഹെയറും ഒക്കെ എനിക്ക് ചെയ്ത് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ വമ്പൻ ലിസ്റ്റൊക്കെ പറയേണ്ടി വരും. തുടക്കത്തിൽ നമ്മളെ സ്വീകരിക്കുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി മുതൽ തന്നെ അകത്തുള്ള എല്ലാ പേരും നമുക്ക് തരുന്ന ഒരു പാമ്പറിങ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പാമ്പറിങ്. വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കെയർ ചെയ്യാൻ, സെൽഫ് കെയറിങ്ങിന് നമുക്ക് സമയം കിട്ടാറില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം കെയറിങ് കിട്ടുന്ന ഒരിടത്തുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവിടെയും വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ എന്തായാലും ഒരു കെരാറ്റിൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ സമയത്ത് നമ്മൾ അമ്മാതിരി ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്ന അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഇടമാണ് അഷ്ടമുടി എന്ന് പറയുന്നത്. അവരുടെ സർവീസ് ഓസം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെ വായതോരാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഞാൻ ആർജെയാണല്ലോ, ഇനിയും ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും കാശിന് പറയുന്നതല്ല, ശരിക്കും പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ലുക്കിലിരിക്കുകയാണ്. കുറേ നാളായി ഞാൻ കെരാറ്റിനും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മുടിയിൽ കുറച്ച് നാൾ മുന്നേ ഒന്ന് മുറിക്കേണ്ടി വന്നു. അതിന് ശേഷം ഞാൻ ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അഷ്ടമുടിയിലേക്ക് ഓരോരുത്തരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യും. ബിക്കോസ് ഞാൻ അനുഭവിച്ച ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടണമല്ലോ. അത് ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്.
എനിക്ക് തന്നെ തോന്നുന്നു ഞാനെന്തോ മോഹം ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിലെ ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് സത്യമായിട്ടും മണിക്കൂറുകൾ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. താങ്ക് യു സോ മച്ച് ഡിയർ ആൻഡ് സീ യു ടുമോറോ. ഓക്കെ, ഇത് എന്തായാലും ഫൈനൽ അല്ല പറയുന്നത്. ഇതൊരു എന്താണ് ഫസ്റ്റ് ഡേ നമ്മളുടെ ക്യാരക്ടർ ലാസ്റ്റ് സ്റ്റേജ് അല്ലേ, ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ആണ്. പക്ഷെ ഫൈനൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വാഷിനേഷൻ കാണിച്ചു തരാം. താങ്ക് യു സോ മച്ച്. സോ അങ്ങനെ കെരാറ്റയുടെ ഫൈനലിലേക്ക് അല്ല ഞാൻ എത്തിയിരിക്കുന്നത്. ഇനിയുണ്ട് ബാക്കി. ഞാൻ അതിൻ്റെ ആ ഒരു ചിത്രം ഇങ്ങനെ മനസ്സിൽ കാണാണ്. ശരിക്കും ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്ന കുറച്ച് മണിക്കൂറുകൾ നീണ്ടതാണ്. നമുക്ക് നല്ല റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ വേണമല്ലോ. പക്ഷേ ഇത് ഫൈനലല്ല. പക്ഷെ എങ്കിലും സർവീസിനെ കുറിച്ച് പറയണമല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വെരി ഹാപ്പി. ശരിക്കും ഞാൻ 2 ചായയൊക്കെ കുടിച്ചു, അല്ല ഒരു കോഫി ഒരു ചായയൊക്കെ കുടിച്ചു. രസമാണ് കേട്ടോ. ഞാനത് ഒരുപാട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അവർ പറഞ്ഞു തന്നിട്ടൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും അല്ല, ഇത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയണം. അപ്പോൾ ഈ ഹെയറിൻ്റെത് പറയാം, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോന്നായിട്ട് ക്ലീനായിട്ട് വാഷ് ചെയ്യുന്നത്. ഈവൻ ഒരു ഹെയറിനെ പോലും വിടാതെ അത്ര നീറ്റായിട്ടാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ എന്തായിരിക്കും ഫൈനൽ. ഇതിപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു തിക്കായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഒരു ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോഴാണ് കെരാറ്റിൻ ചെയ്തതിൻ്റെ ആ ഒരു കംപ്ലീറ്റ്നെസ് വരിക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നാളെ വരാം എന്ന വാക്ക് കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് ബൈ പറഞ്ഞു പോകുന്നത്. നിങ്ങളോട് ചേർത്ത് പറയുകയാണ്, അഷ്ടമുടിയിൽ ഐ എം വെരി മച്ച് ഹാപ്പി. അവരുടെ സർവീസ് ആവട്ടെ, മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ആവട്ടെ, ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ ഫൈനലിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുന്നു. ഇതിൻ്റെ ബാക്കി നാളെ വാഷ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. താങ്ക് യു സോ മച്ച്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എൻ്റെ റിസൾട്ടിലേക്ക് വരില്ല. നല്ലൊരു വലിയ മലയൊക്കെ ഇങ്ങനെ കയറി പോയിട്ട് അതിൽ ടയേർഡായിട്ട് നിന്നിട്ട് ഞാൻ ശരിക്കും ഇത്രയും മണിക്കൂർ ഇരുന്ന് ഉറങ്ങിയ ഒരു സിനിമ കണ്ടു. അങ്ങനെ ഞാൻ ഇത്രയും സമയം ഇങ്ങനെ പോയെങ്കിലും ഫൈനൽ ലുക്കിലേക്ക് ഞാനിങ്ങനെ എത്തിയപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അല്ലേ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്നത് ലുക്കിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് 100% അതിലുണ്ട്. അതെൻ്റെ മുടിയായാലും മുഖമായാലും എൻ്റെ അറ്റയറായാലും ഒക്കെയും എന്നെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് എൻ്റെ ഹാപ്പിനെസ്സിൽ. സോ വൺസ് അഗെയിൻ പ്രീതി ചേട്ടനും സംഗീത ചേച്ചിക്കും എല്ലാവർക്കും എൻ്റയർ നമ്മുടെ കവടിയാർ അഷ്ടമുടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള എൻ്റയർ ടീമിനും ഞാൻ താങ്ക്സ് പറയുകയാണ്. ഓരോരുത്തർ പേരെടുത്തൊക്കെ പറഞ്ഞാലേ അത് കുറഞ്ഞു പോകും, അത്രമാത്രം. കോഫി തന്ന ചേച്ചി ഉൾപ്പെടെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറയുന്നു. എന്നെ ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് നേരം എനിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന ബിഹൈൻഡ് ദ ക്യാമറ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. 100%-ൽ ഞാൻ 200% ഹാപ്പിയാണ്. എപ്പോഴും പറയുന്ന പോലെ കണക്ക് മാഷ് എന്നെ പഠിപ്പിച്ചത് 100 and 100 എന്ന് പറഞ്ഞാലും ഞാൻ 200 കൊടുക്കും, അത്രമാത്രം. നമ്മൾ ചെയ്തതിന് എങ്ങനെയൊക്കെ ഞാൻ നന്ദി പറയണമെന്ന് ആലോചിക്കുകയാണ്. എനിവേ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫംഗ്ഷൻസ് ആവട്ടെ, വെഡിങ്സ് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഷ്ടമുടിയിൽ ഏത് ഒരു ഇതിലേക്കും വരാം, ഏത് സെൻറ്ററിലേക്കും വരാമെന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാറാണ്. ഇവിടെ പാർക്കിങ്ങിലായാലും നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു അറ്റ്മോസ്ഫിയറായാലും ഒക്കെയും പറയേണ്ട കാര്യമില്ല. അവിടെയും നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മളിപ്പോഴും മുമ്പൊക്കെ ആയിരുന്നു പാർലറിൽ പോകുമ്പോൾ ഒളിഞ്ഞും പാത്തും പതുങ്ങിയൊക്കെ പോകുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ. ലേഡീസിനായാലും ജെൻസിനായാലും ഒരുപാട് അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദ ബെസ്റ്റ് ഏതാണെന്ന് സുമിയോട് ചോദിച്ചാൽ ഹാപ്പി സുമി ഓൾവേസ് ഇനി പറയും 100% അഷ്ടമുടി. താങ്ക് യു സോ മച്ച്.